ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ശ്രീ ബ്രഹ്മസംഹിതയാണ് പറയുന്നത്. ഇതിന് മുന്നേ പറഞ്ഞതിൽ 1-2 ശ്ലോകങ്ങൾ ക്രമം തെറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്. ബ്രഹ്മാവ് ഭഗവാൻ കൃഷ്ണനെ പറ്റി പറഞ്ഞു തരുന്നതാണ് ശ്രീ ബ്രഹ്മസംഹിത. അപ്പോൾ ആദ്യം തൊട്ട് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ശ്ലോകം. ഈശ്വരാ പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർഗോവിന്ദ സർവകാരണകാരണം ചിന്താമണി പ്രകരസത്മസുകൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരവിപാലയന്തം ലക്ഷ്മീ സഹസ്രശതസംഭ്രമസേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഇതിൻ്റെ വിവർത്തനം നോക്കാം. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അതിൻ്റെ വിവർത്തനം: എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരൻ ശ്രീകൃഷ്ണനാണ്, ഗോവിന്ദനാണ്. ശാശ്വതമായ സത്തയുടെയും ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മൂർത്തിമത് ഭാഗമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ചിന്താമണികൾ ഒട്ടും വളരെ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയും ശതസഹസ്രക്കണക്കിന് കൽപ്പവൃക്ഷങ്ങൾ ചുറ്റും വളർന്നു നിൽക്കുന്നവയുമായ ഭഗവത് വനങ്ങളിൽ അത്യന്തം സംഭ്രമത്തോടും പ്രേമഭക്തിയോടും കൂടി അനേക ശതസഹസ്രം ലക്ഷ്മീദേവികളാൽ സേവിക്കപ്പെട്ടുകൊണ്ടും പശുക്കളെ മേച്ചുകൊണ്ടും എല്ലാവർക്കും അഭീഷ്ടങ്ങൾ നൽകിക്കൊണ്ടും പരിലസിക്കുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വിവർത്തനം. ഹരേ കൃഷ്ണ.